തീരെ വീതി കുറവാണോ? പൊളിഞ്ഞു കിട്ടാൻ ലേശം ബുദ്ധിമുട്ടാണ് സംഭവം. പിടിക്കുക നമ്മളെ ബൈക്ക് കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉരി പോവാണോ? തൂത്തുക്കുടിയിൽ നിന്ന് പോരുമ്പോൾ വിറക് അങ്ങനെ കയറ്റി തുടങ്ങി ഹിന്ദിക്കാർ. തൃശ്ശൂരത്തെ വഴികൾ തന്നെ അറിയാണ്ടാണ് അവൻ ചിറ്റിട്ട് നിൽക്കണം. ഇവൻ എങ്ങനെ തമിഴ്നാട്ടിൽ പോകും? അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം, അടുത്ത ദിവസം കാണാം. ഇത് റേസ് ചെയ്യുമ്പോഴൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊടിയായ എയർ ഈ കാണുന്ന ഫുള്ള് വിറകാണ്. നമുക്ക് ഇനി പോരുന്നില്ല അല്ലേ നിധിയടി? ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്നിപ്പോൾ വീട്ടിൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ വണ്ടിക്കൊരു ഓട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വിറകാണ് കയറ്റുന്നത്. തൃശ്ശൂർ തന്നെയാണ്, ഉല്ലൂരാണ്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. അജീഷ് ഇപ്പോൾ പട്ടിക്കാട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറ്റാൻ പോകുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് അടുത്തേക്ക് അവൻ വരാം, മറ്റേ തൃശ്ശൂർക്ക് അവനെത്താം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ മുത്തൊന്നും എഴുന്നേറ്റിട്ടില്ല. ഞാനാണെങ്കിൽ ഇത്തിരി നേരത്തെ എഴുന്നേറ്റിരുന്നു. 8 മണിയായില്ലേ? 8ആയി. അപ്പോൾ 8 മണിയായി. അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവരില്ല, ഇവർക്ക് റെസ്റ്റ്. ഇനി പെട്ടെന്നൊന്നും ഇവരുണ്ടാവില്ല. ഒരു പടി സമാധാനം കിട്ടി, ആഗ്രഹം തീർന്നുണ്ട്. ചേട്ടാ വണ്ടി പോവാ, ആ വണ്ടി പോകല് ഒരുവിധം സുഖം കിട്ടിയിട്ടുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരില്ല. അപ്പം എനിക്ക് എന്താ പറയുക, വണ്ടിയുടെ വെള്ളം നോക്കണം, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്തൊന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് വേണം എടുത്ത് പോകാനായിട്ട്. അപ്പോൾ അജീഷ് അവിടെ എത്തിയിട്ടുള്ളത് കൊണ്ട് വേഗം നമ്മൾ പോകാൻ വേണം. പോയിട്ടെ ഓക്കെ അല്ലേ? ഓക്കെ ശരി. അപ്പോൾ ലോഡ് കയറ്റാനായിട്ട് പോവാം. വണ്ടി ഇവിടെ പവർ ഹൗസിൻ്റെ അവിടെ കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെയാണ് ഇട്ടിട്ട് പോന്നിട്ടുള്ളത്. നമുക്ക് അപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ലോഡ് കയറ്റാൻ പോകണം. അങ്ങനെ നമ്മുടെ വണ്ടി കിടക്കണം. വണ്ടി കിടക്കണം സ്ഥലത്ത് അങ്ങോട്ട് എത്തി. അപ്പോൾ നമ്മുടെ ടാക്സ് അടച്ചിട്ടുള്ളതിൻ്റെ പേപ്പർ ഒരെണ്ണം വണ്ടിയിൽ വയ്ക്കാനുള്ളതുണ്ടായിരുന്നു. അതൊന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറി. അപ്പോൾ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്വാർട്ടർ ടാക്സ് വരുന്നത് 17,390, അതായത് 17,400 ടാക്സ് മാത്രം വരുന്നത്. ക്ഷേമനിധി അടച്ചിട്ടില്ല നമ്മൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷേമനിധിയുടെ അടയ്ക്കണമെങ്കിൽ മറ്റേത് ക്ലിയറൻസ് എടുത്ത് കിട്ടണം ഇതിന് മുന്നേയുള്ള ആൾക്കാരുടെ. അപ്പോൾ അത് ക്ലിയറൻസ് എടുത്ത് നമുക്ക് വണ്ടി പേരിൽ നിന്ന് മാറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്ലിയറൻസ് എടുത്ത് കിട്ടിയിട്ടുമില്ല. അപ്പോൾ നിലവിൽ ടാക്സ് മാത്രം നമ്മൾ ഈ പൈസയാണ് അടച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ അടുത്തെത്തി. വണ്ടിയിൽ ഓയിൽ നോക്കി വെള്ളം നോക്കി എത്രയും പെട്ടെന്ന് എടുത്ത് പോകാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. വേറെ എന്താ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പിന്നെന്താ പറയുക, വണ്ടിയുടെ ഫ്രണ്ട് അന്ന് കഴുകിയത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും കഴുകാൻ സമയം കിട്ടിയിട്ടില്ല. മിററൊക്കെ സൈഡ് ചെരിച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും ഇല്ല, കുഴപ്പമൊന്നുമില്ല. ബാറ്ററിയൊക്കെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹുക്കും അതുപോലെ തന്നെ ഈ കമ്പി എന്തിനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മളുടെ ഇത് കണ്ടു ഇതിൽ ഇടാൻ വേണ്ടി. ഇത് അങ്ങനെ ഇടാൻ പറ്റില്ല എന്നുണ്ടല്ലേ. ഓ, ക്യാബിൻ പൊക്കിയിട്ട് വേണമെന്നുണ്ട്. ക്യാബിൻ ബുക്ക് ഇതെങ്ങനെയാണ് വിടുക നോക്കി നോക്കട്ടെ കേട്ടോ. ഇതെങ്ങനെയാണ് നോക്കി നോക്കട്ടെ. ആദ്യമായിട്ട് എല്ലാ പണിക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കുത്തി കയറ്റിയതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ഇതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിൽ നിന്ന് നേരിട്ട് വെറുതെ ഇങ്ങനെ ഇറക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് കണ്ടു, ഇതിങ്ങനെ ഇട്ട് ഇതിനകത്തേക്ക് ലോക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയില്ല. ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉരി പോവാണോ? പോകുന്നില്ലെന്ന് വിചാരിക്കാം അല്ലേ. അടിയൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് കെട്ടി പിടിക്കേണ്ട വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റിൻ്റെ 2 സ്ക്രൂ മാത്രം ചെയ്യാൻ മതി. ഇതിലാകുമ്പോൾ പിന്നെ എവിടെ ഒരു തടസ്സമില്ല. അന്ന് നമ്മൾ പേടിച്ചിട്ടേ പറ്റില്ല. ഇപ്പം അങ്ങനെ പോകുന്നുള്ള പേടി ഉണ്ടായിരുന്നു. വായത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വെള്ളം നോക്കട്ടെ. അങ്ങനെയുള്ള പരിപാടികൾ കഴിഞ്ഞ് എടുത്ത് പോട്ടെ. നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് പോരുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ വെള്ളം നോക്കിയതാണ് കേട്ടോ. അന്ന് വൈകുന്നേരം വരുമ്പോൾ നോക്കിയിട്ടില്ല. ഇപ്പോൾ രാവിലെ നോക്കുമ്പോൾ വെള്ളം നോക്കിയതാണ്. അതിന് ശേഷം ഇപ്പോഴും നോക്കണം. ഒരു തുണ്ട് വെള്ളം ആകെ കുറവ് വന്നിട്ടുള്ളൂ കേട്ടോ. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 1/2 ഗ്ലാസ് വെള്ളം അത്രയാണ് സാധാരണ ഗതിക്ക് കുറവ് വന്നിട്ടുള്ളൂ. ഇത്ര ഓടിയിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഇതിലൊന്നും പ്രശ്നമില്ല. പിന്നെ ഓയിലും കുറവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ വണ്ടിയുടെ എയറൊക്കെ നന്നായിട്ട് ഇറങ്ങിപ്പോയിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഇത് ഇറങ്ങിപ്പോവും, എയർ ഇറങ്ങിപ്പോവും. ഇനിയിപ്പോൾ ഫുള്ള് എയറും കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റി സെറ്റാക്കണം. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടുത്തെ വണ്ടികൾ കൊണ്ടുണ്ടോ. അപ്പോൾ ഇവിടെ ഇട്ട് തിരിക്കാനായിട്ട് ഗ്യാപ്പില്ല. അവിടെ കുറച്ചുകൂടി ഒന്ന് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇട്ട് തിരിക്കാനുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ നേരെ അവിടെ പോയി തിരിച്ച് ഇങ്ങനെ വരാം. രാവിലെ നേരത്തെ തന്നെ ആയ കാരണം തിരക്ക് ഇങ്ങോട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കാവും. ഇപ്പോൾ വലിയ തിരക്കില്ല. 8 മണി കഴിഞ്ഞിട്ടുള്ളൂ. അജീഷ് എത്താറായി എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്.
വലിയ തിരക്കില്ലാതെ തന്നെ സുഖമായിട്ട് പോവാം. നമ്മൾ കയറ്റാൻ പോണ സ്ഥലം ഒല്ലൂർ വഴി, അത് അത്യാവശ്യം തിരക്കുള്ള വഴിയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർ ചെന്ന് അപ്പനെ കയറ്റി തരാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഒല്ലൂർ എത്താറായിട്ടോ, കുരിയച്ചിറ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് വഴിയിൽ നിന്ന് അജീഷിനെ കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം. അജീഷ് കല്യാണമൊക്കെ ഒരു ദിവസത്തെ കല്യാണം ഒരാഴ്ച പോയി ആഘോഷിച്ചിട്ട് വന്നിട്ട് ഇരിക്കുന്നതാണ് അല്ലേ? ഹാപ്പി അല്ല എന്തായാലും? മറ്റേ ഇതിൽ പറയണ പോലെ മോനെ ഹാപ്പി അല്ലടാ? ഇല്ല, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഫോൺ മാറിയിട്ടൊന്നുമില്ല, ഫോണിൻ്റെ ഉള്ളിലൊരു വര വന്നതാ. തമിഴ്നാട്ടിലെ ചൂട് കാരണം മറ്റേ ഇത് ചെയ്തപ്പോ നമ്മള് മറ്റേ ഫോൺ അപ്ഡേഷൻ ചെയ്യില്ലേ, അത് വര വന്നതാ. ഇനിയിപ്പോ നേരെ ഇതിപ്പോ ഇന്നിനിപ്പോ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അവിടെ പോയിട്ട് നന്നാക്കാൻ വേണ്ടി കൊടുക്കണം ഫോൺ. ഇനിയിപ്പോൾ അവർ ഡിസ്പ്ലേ മാറ്റി തരുമോ എന്താണ് പറയണതെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് പോകേണ്ടി വരികയാണെങ്കിൽ ഫോൺ ഇല്ലാണ്ട് എങ്ങനെ ഞാൻ പോരുക? അല്ല, ഡിസ്പ്ലേക്ക് പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല, അത് ഫ്രീ ആയിട്ട് അവർ മാറ്റി തരണം. പഴക്കമായിട്ടില്ലല്ലോ, 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ഒക്കെ പോയി കഴിഞ്ഞാൽ മാറ്റി തരുമെന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനെ നമ്മൾ ഒല്ലൂര് വേ ബ്രിഡ്ജിൽ എത്തിയിട്ട്, അത് വേ ബ്രിഡ്ജാണ്. അപ്പോൾ തൂക്കം നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. പിന്നെ ഇപ്പോൾ തൂക്കം നോക്കി കാലി വെയിറ്റ് എടുക്കണം. കാലി വെയിറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ലോഡ് കയറ്റാനായിട്ട്. അപ്പോൾ ഈ ലോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറക് കുഞ്ഞ വിറകാണ്. അപ്പോൾ അതുകാരണം ചിലപ്പോൾ ലോഡ് കുറവാകും. നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 21 ടെന്നിൻ്റെയെങ്കിലും പൈസ തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ കൂടുതലിൻ്റെ പൈസ കിട്ടും, ഇല്ലെങ്കിൽ മിനിമം അതെങ്കിലും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 16 ടണ്ണ് ഓടിപ്പോയ പോലെ ആവുമേ. അപ്പോൾ ഈ റോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്ര ലോങ് പോയിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ടെന്നിനുള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ 15, 16, 17 ഉള്ളെങ്കിൽ പെട്ടുകൊണ്ട് ഡീസലിൻ്റെ പൈസ പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതിന് മുൻകൂട്ടി പറഞ്ഞു. നമ്മൾ ഓരോ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നല്ല പഠിക്കണത്. അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് ചെറുതായിട്ട് പഠിച്ചപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ തൂക്കാനായിട്ട് ഞാൻ ഇറങ്ങേണ്ട. നമ്മുടെ വണ്ടിയുടെ കാലി വെയിറ്റ് 10,670 അല്ലേ? എത്രയാണെന്നറിയോ കാലി വെയിറ്റ്? 10,670. ഡീസൽ ഫുള്ളാണ്. അത് തന്നെ 500 ഉണ്ടാവുള്ളൂ. ഡീസലിൻ്റെ വെയിറ്റ് ആയിരിക്കും അല്ലേ? 600. ശരിയാണ്. അപ്പോൾ ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ തൂക്കം വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ തൂക്കം കാര്യങ്ങളൊക്കെ നോക്കി അജീഷിനോട് വണ്ടി എടുത്തു വരാൻ പറഞ്ഞു. അപ്പോൾ പോണ വഴി ഒരു ചെറിയ വീതി പറഞ്ഞ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചേട്ടൻ വഴി കാണിക്കാനായിട്ട് ഫ്രണ്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേറ്റ് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. തീരെ വീതി കുറവാണോ? കുഴപ്പമില്ല. വെയിറ്റ് അല്ല, വീതി കുറവാണോന്ന്? കുഴപ്പമില്ല. അതെ അല്ലേ? ഗൈസ്, നമ്മൾ ഇവിടെയാണ് ചെറിയൊരു ടൈറ്റ് ഒടിഞ്ഞ പോലെ ഇത്തിരി ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നൊന്ന് റേറ്റ് പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചത്. വലിയ ടൈറ്റ് ഇല്ല. ഈ പോസ്റ്റൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഓടിക്കുമ്പോൾ ഒരു പേടി വേണ്ട. അവിടെ നിന്ന് വട്ടം ഓടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ കണ്ടു ചില വണ്ടിയുടെയൊക്കെ ടയറ് ഒരഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. നമ്മുടെ വണ്ടി വരുമ്പോൾ അറിയാം. അപ്പോൾ ഈ വഴിക്ക് ഇങ്ങോട്ട് വരുന്നത് ചെറിയ വഴിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ റേറ്റ് പറഞ്ഞു കൊടുത്ത് പോവുകയാണെങ്കിൽ പേടിക്കണ്ട. അങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങോട്ട് പോകുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴേ ഒറ്റയടിക്ക് കിട്ടില്ല അല്ലേ? അങ്ങോട്ട് പോകുമ്പോഴായാലും പോവാല്ലേ? എന്നാൽ കുഴപ്പമില്ല. ചേട്ടൻ ഒറ്റയടിക്ക് ശരിയാക്കി തരാമെന്ന് പറയാം. അത് കാരണം പിന്നെ പേടിയൊന്നുമില്ല. ഒറ്റയടിക്ക് വരുമൊന്നുമില്ല. ആളൊറ്റയടിക്ക് വരുമെന്ന് പറഞ്ഞാലും ഒടിഞ്ഞ് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടാണ് സംഭവം. കാരണം ഇത്ര ചെറിയ വഴിക്ക് ഒറ്റയടിക്ക് അവിടെ നിങ്ങൾ ആകുമ്പോൾ ഇത്ര നീളം ഉണ്ടല്ലോ. പിന്നെ ആൾ കറക്റ്റ് ആത്മാർത്ഥതയുള്ള ആളാട്ടോ. അപ്പോൾ അത് കാരണം കറക്റ്റായിട്ട് പറഞ്ഞു തരാം, വണ്ടി ഇവിടെ നിർത്താം, ഞാൻ വന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറയുമ്പോഴേ അത് തന്നെ ഒരു ഇതാണ്. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ അജീഷ, ഇങ്ങോട്ട് വാ.
നോക്കിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോകുള്ളൂ. ആ അല്ല, നമ്മളുണ്ടെങ്കിലേ വഴി മനസ്സിലാവൂലോ, അത് കാരണമാണ്. മമ്മിയുടെ ഉള്ളിലേക്ക് കയറുന്നവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ചെറിയ ടൈറ്റ്, അത്ര വലിയ ടൈറ്റല്ല. ഇത് ആദ്യത്തെ പ്രാവശ്യം വരുന്നതുകൊണ്ടാണ് കേട്ടോ, പിന്നെ കുഴപ്പമുള്ള കേസല്ല. ആദ്യം ഒരു പ്രാവശ്യം മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഈ സാധനമാണ് നമ്മൾ കയറ്റാൻ പോണത്. എവിടെന്നാണ് കയറ്റണത്, എങ്ങനെയാണ് കയറ്റണത് എന്നുള്ളത്, ഏത് സൈസ് മരമാണ് കയറ്റണത്, അറുത്ത് വെച്ചിട്ടുള്ളതാണോ വിറകാണോ എന്ത് സംഭവം എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇതാണൊരു പ്രശ്നം ശരിക്കും പറഞ്ഞതിൻ്റെ. ഈ നമ്മൾ ബാക്ക് കിട്ടുമ്പോൾ അങ്ങനെ കുണുങ്ങി നിൽക്കുക. പിന്നെ അതേപോലെ ഇതിൻ്റെ എയർ കണ്ടു, എയറിൻ്റെ ഏതൊരു പൈപ്പ് അടിയിലേക്ക് നിൽക്കണം. അതായത് നമ്മൾ വണ്ടി റേസ് ചെയ്യുമ്പോഴൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊടിയായ എയർ അടിയിലേക്ക് അടിച്ചിട്ട് പൊടിയുള്ള സ്ഥലത്താണെങ്കിലേ നന്നായിട്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പൊടി പറക്കുന്ന ഒരു കേസുണ്ട്. അത് എന്താണ് സംഭവം എന്നുള്ളതൊന്ന് അടിയിൽ കിടന്ന് മെല്ലെ റേസ് ചെയ്ത് എവിടെ നിന്നാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നോക്കി കണ്ടുപിടിക്കണം. അത് മറ്റുള്ള വണ്ടികൾക്ക് ഇതേപോലെ ഉണ്ടോ എന്നുള്ള സംഭവം ഒന്നും അറിയില്ല, അതും കൂടി ഒന്ന് നോക്കി നോക്കണം. കണ്ടില്ലേ, ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഇങ്ങനെ പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണുണ്ടോ. പൊടി മഴയാണ്. ഈ കാണുന്ന വിറകുണ്ടല്ലോ, ഈ കാണുന്ന ഫുള്ള് വിറകാണ് നമുക്ക് കയറ്റി കൊണ്ട് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ തീരെ കുറവാകുമെന്ന് പറഞ്ഞത്. കാരണം ഒന്നാമത്തെ കേസ് ഇത്തിരി ഉണങ്ങി തുടങ്ങിയിട്ട്, പിന്നെ ഇങ്ങനത്തെ ചെറു പുള്ളികളാകുമ്പോൾ അടക്കി വെച്ച് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തടിയുടെ ഇങ്ങനെയുള്ള പീസുകളൊക്കെ ആവും, വലിയ പീസുകളാവും. അപ്പം അങ്ങനെയുള്ള പീസുകളാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഉണ്ടാവും, ലോഡ് നല്ല വെയിറ്റ് ഉണ്ടാവും, അധികം ഹൈറ്റ് ഒന്നും കയറേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആകുമ്പോൾ നല്ല ഹൈറ്റ് കയറ്റിയാൽ ഈ പറഞ്ഞ 10 വരില്ല. അതേപോലത്തെ വലിയ പീസുകളുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് മുഴുവൻ എങ്ങനെ അടക്കി കയറ്റി, നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പണിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് സംഭവം അടക്കി കയറ്റി സെറ്റ് ചെയ്ത് കെട്ടുക, അപ്പോൾ ആയെന്ന് പറഞ്ഞിട്ട് വരില്ല, എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നോക്കി നോക്കട്ടെ, ആദ്യത്തെ ഒരു ലോഡ് എന്ത് സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു പരീക്ഷണമാണല്ലോ, പിന്നെയാണ് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുള്ളൂ. അപ്പോൾ ഒന്ന് കയറ്റി തുടങ്ങട്ടെ, എങ്ങനെ പരിപാടിയിൽ നിന്ന് കാണട്ടെ. ഗൈസ്, നമ്മളുടെ തടി എന്ന് പറയാൻ പറ്റില്ല അല്ലേ, വിറക് അങ്ങനെ കയറ്റി തുടങ്ങി ഹിന്ദിക്കാർ. പക്ഷേ ഇതിപ്പോൾ കയറ്റി തുടങ്ങി കഴിഞ്ഞാലും ഇവർ കയറ്റി കഴിയുമ്പോൾ വൈകുന്നേരം ആവും കേട്ടോ. കാരണം 4 പേര് 5 പേര് കൂടിയിട്ടാണ് കയറ്റുന്നത്. അത് തന്നെയല്ല, ഇത് മൊത്തം കയറ്റി ആക്കണ്ടേ. അപ്പോൾ എന്തായാലും വൈകുന്നേരവും. അപ്പോൾ നമ്മൾ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ രാജേഷ് കല്ല് വെക്കുന്നത് ഈ ഭാഗത്ത് എവിടെയോ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഈ വഴിക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ കണ്ടിട്ട് അവൻ്റെ ഒപ്പം കയറി പോവുകയാണെങ്കിൽ എൻ്റെ ഫോൺ നന്നാക്കാനായിട്ട് പറ്റും. വണ്ടി കൂട്ടിക്കോട്ടെ ഈശ്വര. അപ്പോൾ എൻ്റെ ഫോണും നന്നാക്കാൻ കൊടുക്കണം. അത് ഇന്ന് തന്നെ കിട്ടില്ലെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ അതൊന്ന് ചോദിച്ചു നോക്കണം, ആ പരിപാടിക്ക് വേണ്ടി പോകണം. പിന്നെ എനിക്ക് വേറൊരു പേപ്പർ ശരിയാക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയാലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ആ പേപ്പർ ശരിയാക്കിയിട്ടില്ല. ചേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പേപ്പറിൻ്റെ സംഭവം ശരിയാക്കാനായിട്ട്. അപ്പോൾ അതിനും ഒന്ന് പോകണം. ഇവിടെയുള്ള ചേട്ടൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു, നമ്മളിവിടെ ചായ ഇടിക്കാനായിട്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ സ്കൂട്ടർ ഇവിടെ ഉണ്ട്, അതിൽ അങ്ങോട്ട് പോകാം. ഇത് തന്നെയാണ് വണ്ടി എന്നുള്ളതാണ് വിശ്വാസം. അതല്ല ഇനി വേറെ വല്ലവരും പിടിക്കുമോ, നമ്മളെ ബൈക്ക് കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട്. അല്ല, പറയാൻ പറ്റില്ല, ബൈക്ക് കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ വണ്ടി തന്നെയാണെന്ന് വിചാരിക്കുന്നു. സ്കൂട്ടറുമ്പോൾ താക്കോൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വേറെ ഒറ്റ വണ്ടിയുമ്പോൾ സ്കൂട്ടറുമ്പോൾ താക്കോൽ കാണില്ല. അപ്പോൾ തന്നെയായിരിക്കും വണ്ടി. അജീഷ് റേസിംഗുകാരെ പോലെയാണല്ലോ, കാലൊക്കെ പുറത്തിട്ട് പൊരിക്കാനുള്ള പരിപാടിയാണല്ലോ. R1 അല്ല കേട്ടോ, ഔട്ടോ. പല്ല് വെച്ചുകൊണ്ട് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കണേ. പിന്നെ ഇവൻ കഴിക്കുന്നത് പുട്ടും കടലയും കഴിക്കുന്നത് പല്ല് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോടാ? നിനക്കറിയില്ല, ഞാനങ്ങനെയല്ല. ദിലീപ് ഏതൊരു പടത്തിൽ പറഞ്ഞാട്ടാ, ദിലീപ് അല്ലല്ലോ സലീംകുമാർ പറഞ്ഞതാ. അപ്പം ഞാൻ അതല്ല പുട്ടും കടലയും ഇഡ്ഡലി ഒന്ന് കഴിക്കും. രാജേഷ് വരുന്നുണ്ട്. അപ്പോൾ അജീഷിനോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ രാജേഷ് വണ്ടി ലോഡ് ഇടുന്ന സ്ഥലം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് അവൻ കല്ല് തട്ടുന്ന സ്ഥലത്ത് നിന്ന് എന്തായാലും നമ്മുടെ ഒപ്പം ഇങ്ങോട്ട് പോയിട്ട് വരണ്ട, നീ പോയിട്ട് അവിടെ നിന്നോ. പോയിട്ട് വരാൻ പറയുമ്പോൾ അവൻ വീണ്ടും ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് അവൻ എന്തായാലും ലോഡ് കയറ്റുന്ന സ്ഥലത്ത് ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ വലിയ വണ്ടി പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിരിക്കണ്ടേ. അപ്പോൾ എന്താ പറയുക, 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവനും വണ്ടിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വരാൻ പറഞ്ഞത് അവൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ രാജേഷ് വന്നിരിക്കുകയാണ്. രാജേഷിന് തൃശ്ശൂരത്തെ വഴികൾ തന്നെ അറിയാണ്ടാണ് അവൻ ചിറ്റിട്ട് നിൽക്കുന്നത്. ഇവൻ എങ്ങനെ തമിഴ്നാട്ടിൽ പോകുന്നത് എനിക്കറിയില്ല. തൃശ്ശൂർ പാടവരാട് മറ്റേ കമ്പനിപ്പടി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇനിയിപ്പോൾ
വടക്കാഞ്ചേരിക്ക് പോയേനെ. അതാണ് ഇവൻ്റെ ഒരു പ്രശ്നം. നീ തമിഴ്നാട് വഴിയൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുക? എങ്ങനെയാ വണ്ടിയും കൊണ്ടല്ലേ പോണേ? ഒരു മിനിറ്റ്, ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, നീ വണ്ടിയുടെ അടുത്തേക്ക് വരണ്ടായിരിക്കും വിചാരിച്ചെന്ന്. കയറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുവെക്കാനായിട്ട്. പഠിക്കണ്ട വേണ്ട അല്ലേ? ആ അപ്പം എന്നാൽ കുഴപ്പമില്ല. അപ്പം എന്നാൽ ഞാൻ നിൻ്റെ ഒപ്പം വരാം ഗൈസ്. അപ്പം എന്നാൽ രാജേഷിനൊപ്പം കയറി പോകും. രാജേഷിനെ വിളിച്ച് പറയാതെ നല്ലത്. അപ്പോൾ രാജേഷിനൊപ്പം കയറി പോയിട്ട് നമ്മുടെ ഫോൺ കാണിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളാണെങ്കിൽ രാജേഷിനെ കണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ രാജേഷ് വേറെന്താ വിശേഷം? നിന്നെ കാണാണ്ട് പല ആൾക്കാരും പറഞ്ഞു നിന്നെ മിസ് യൂടാന്ന് പറയണേ. മിസ് യൂടാന്ന് പറയണത് അതൊരു ചീത്തയാടാ മറ്റേ ഇംഗ്ലീഷിലെ. അതറിയില്ലേ? നീ മിസ് യൂടാന്ന് പറഞ്ഞ സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ചിരിക്കണേ. അതറിയില്ല, ചീത്ത പറയണതെന്നുള്ളത് അറിയില്ല. എന്നെ ചീത്ത പറയില്ല ആൾക്കാർ. അതെന്താ? പറയുകയാണെങ്കിൽ എന്നെ പറയാ. അതെ, ഞാൻ ഈ മിസ് ചെയ്ത അതാണ് മിസ് യൂടാന്ന് പറയണേ അല്ലേ? അല്ലത് എനിക്കറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സിനിമ തിയേറ്റർ. 3 സിനിമയും ഒരുമിച്ച് നടക്കുന്ന സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞില്ലേ? ഇത് തൊട്ടപ്പുറത്ത് ബാക്കില്. അത് പറഞ്ഞാൽ നിനക്ക് അറിയുമെന്ന് വിചാരിച്ചിട്ടാ നിന്നെ. അതാണ്. അപ്പൊ രാജേഷ് ഇവിടെ തൊട്ടടുത്തേക്കായിരുന്നു കേട്ടോ കല്ല് തട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനിയിപ്പോ പോകുമ്പോ ഏത് വഴിക്ക് നമ്മൾ പോകും? ഞാൻ എവിടെ ഇറങ്ങും? വിയൂര്. ആ അപ്പൊ നീ എന്നെ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കിയാൽ മതി. പിന്നെ എന്തിനു പറയാനുള്ളത് നിനക്ക്? നീ വണ്ടി മേടിച്ചിട്ട് എന്താ വരാത്ത? നീ ഇന്ന് വരാം നാളെ വരാന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇതിനും സുഖം ടിപ്പറാന്ന് മനസ്സിലായതുകൊണ്ടല്ലേ? വണ്ടി മേടിച്ചിട്ട് ഇന്നവർക്ക് എന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഒന്ന് പാടാ വണ്ടി കൊണ്ടുപോ വിളിച്ചാലോ വരാൻ പറ്റുള്ളൂ. ഈ ഫോണിലായ കാരണം ഞാൻ പോ മൈ മോനെ എന്നാ പറയണുള്ളൂ. ബാക്കി നീ ഊഹിച്ചാ മതി. നിന്ന് വിളിച്ചിട്ടില്ല അതല്ലേ? ആ വിളിച്ചിട്ടില്ലാന്ന് ഇപ്പൊ നീ പറയണേ. അപ്പൊ ആൾക്കാർ ഇത് ശരിയാന്ന് വിചാരിക്കരുതട്ടാ. ഇത് ശരിയാണ്, നോണയൊന്നല്ല. നീ നേരത്തെ പറഞ്ഞിട്ട് ബാലൻസ് കിട്ടിയിരുന്നോ? എന്റെ വേറെ ഒന്നും പറയാനില്ല. നീ ഇന്ന് പറഞ്ഞാ ഇന്ന് പോണ ഞാൻ. ഇന്ന് പോണേ ഞാൻ ഇന്ന് വാ. നീ വരുന്നട്ടാ. ഞാൻ ഈ മഴ പെയ്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മഴയും വേണ്ട ഒരു കുഴപ്പം വേണ്ട. ഞാൻ ഒരു മാസം പറഞ്ഞു നടന്നു. കഴിഞ്ഞ മാസം ഞാൻ വരില്ലാന്ന് പറഞ്ഞു നടന്നു. ഇതിന്റെ ഒരു സംഭവം എന്താണെന്നറിയോ? ഏറ്റവും ലാഭവും ഏറ്റവും സുഖകരമായിട്ടുള്ള പണിയപ്പോ നമ്മൾ ചെയ്തോണ്ടിരിക്കണം എന്റെ പൊന്നു മോനെ. ഇതങ്ങോട്ട് കഴിഞ്ഞാലേ ശരിക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ബുദ്ധിമുട്ടാ. ശരിക്കും പറഞ്ഞപ്പോ പഴയ വണ്ടികളുള്ള സമയത്തും ഞാൻ തന്നെ ഇപ്പോഴും ഞാൻ തന്നെ നോക്കണല്ലേ എന്ത് എല്ലാ കാര്യങ്ങളും. അയ്യോ എളുപ്പല്ലടാ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്പർ പോലെയൊന്നല്ല, അത്ര അങ്ങോട്ട് സുഖകരമല്ല. നമ്മളിത് എന്ത് സുഖടാ. കേറ്റിനോർത്ത് വല്ല സമയം പോകണ്ടോ? JCB കൊണ്ട് കിറ്റാച്ചുകൊണ്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് വണ്ടി കയറ്റി കിട്ടി, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് കയറ്റി കിട്ടി. ഇറക്കുന്ന സ്ഥലത്താണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ തട്ടി പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ കയറ്റാൻ രാവിലെ കൊണ്ടിട്ട വണ്ടിയാ, വൈകുന്നേരം കയറ്റി തീരുള്ളൂ. മനസ്സിലായി നിനക്ക്? ഇനി നമ്മൾ അതേപോലെ ഇറക്കുമ്പോഴും ഇതേപോലെ തന്നെ ഒരു ദിവസം രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ രാത്രിയൊക്കെ ലോഡ് കിട്ടാണ്ട് വെറുതെ കിടക്കണമെന്ന്. ഇതാണ് അവസ്ഥ. അപ്പൊ നിനക്കാണെങ്കിൽ ഉറക്കം അതുപോലെ തന്നെ വീട്ടിൽ വരവ് ഇതൊക്കെ കറക്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പെട്ടു. അതൊക്കെ നീ മാറ്റി വെച്ചിട്ടല്ലേ വരുന്നത്? നീ പറയാ എനിക്ക് അമ്മേനെ കാണണം, എനിക്ക് ഭാര്യനും പിള്ളേരെയും കാണണം, വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് കരയരുത്. ഉള്ള വിവരം പറയാ. 1.5 വയസ്സായ ചെക്കനല്ല ഞാൻ. പറഞ്ഞിട്ട് കാര്യമില്ല. നീ ചില സമയത്തൊക്കെ 1.5 വയസ്സായ ചെക്കനാവേ. ആ സമയത്ത് പിന്നെ ഞാൻ പെടരുത്. അതാണ് മുൻകൂട്ടി ചോദിക്കേണ്ട കാരണം. കുഴപ്പമില്ലല്ലോ. നമ്മുടെ സുഭാഷ് ആണെങ്കിൽ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ അവൻ അവിടെ എവിടെയാന്നൊക്കെ പറയണത്. അവനാണെങ്കിൽ ഇതേവരെ കണ്ടു കിട്ടിയിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ അവനെ അതേപോലെ തന്നെ കണ്ടു കിട്ടിയിട്ട് വേണം. മഴ തുടങ്ങിയിട്ട് വേണം നമ്മുടെ ഫാമിലി ട്രിപ്പ് പോലെ ആക്കാണ്ടാ. നമ്മുടെ ഡ്രൈവർമാരെല്ലാവരും കൂടി ടൂർ പോക്ക് ആക്കാനായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ പോണത് കേട്ടാ. പോലീസുകാർ ചെക്കിങ്. മരവണ്ടീനെ വിട്ടൂല. സാധാരണ മരവണ്ടീനൊക്കെ പിടിക്കണതാണല്ലോ. കാറുകാരനെ പിടിച്ച് നിർത്തിയേക്കണവര്. എന്താണോ ബൈക്കാരൻ അത് കണ്ട അപ്പൊ തന്നെയാണ് മുടി വെട്ടാൻ കയറി ബാർബർ ഷോപ്പിലേക്ക് തിരിച്ചു പോലീസുകാരെ കണ്ടപ്പോ. രാജേഷ് അപ്പൊ ഞാൻ വിയൂര് ഇറങ്ങാണ്. അടുത്ത ദിവസം പെട്ടെന്ന് മഴ പെയ്യട്ടെ അല്ലേ? എന്നിട്ട് വേണം ഒരുമിച്ച് പോകാൻ. അപ്പോഴേക്കും സീറ്റ് ശരിയാക്കാൻ വേണം. 3 പേര് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് സീറ്റ് ശരിയാക്കാണ്ട് രക്ഷയില്ല. കാരണം കിടക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റും ചെയ്യണമല്ലോ. അല്ലാണ്ട് വെറുതെ പോയിട്ട് വണ്ടിയിൽ കിടക്കാൻ സ്ഥലമില്ലാണ്ട് പുറത്തിറങ്ങി കിടന്നിട്ട് കാര്യമില്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് പോകാം. തൽക്കാലത്തേക്ക് ഇനിയിപ്പോ പെട്ടെന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവന്റെ ഒപ്പം പോകണമെങ്കിലത്തെ കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവന് എപ്പോഴെങ്കിലും ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പ്രശ്നമില്ല.
അപ്പൊ അതിന് മുന്നേ നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടം ഏറെക്കുറെ തീരുമാനമാവുമല്ലോ. അപ്പൊ അതുവരെ നമുക്ക് ഇവന്റെ ഓട്ടം കൊണ്ട് തീർന്നു വരെ പോവാം. പിന്നെ സുഭാഷ് ആണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെടിവണ്ടിയിൽ പോണത് കൊണ്ട് അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഒക്കെ അവൻ ചെടിവണ്ടിയിൽ അവിടെ എവിടെയാ. അതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോ ഞാൻ അവനെ വിളിച്ചതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഫാമിലി ട്രിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതും നടന്നില്ല. പിന്നെ വേറെ ഒരുത്തിനെ വിളിച്ചു, അതും നടന്നില്ല. കുറെ ആൾക്കാരെ വിളിച്ചു, അത് വെറുതെ. ഇനി ഒന്നുമില്ല രാജേഷ. അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒതുക്കി നിർത്തും കേട്ടോ. ഇപ്പോഴും ഒതുക്കും വന്നിട്ട് നമ്മൾ പോകും. അത്ര ഉള്ളു കേസ്. രാജേഷിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. രാജേഷിനെ കാണിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജേഷിനെ മുഖം സന്തോഷമായിട്ട് ഇവിടെ ജീവനോടുണ്ട്. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. എന്നെ ഇവൻ ഒഴിവാക്കിയത് കൊണ്ടാണ് ഞാൻ വരാത്തട്ടാ. നീ അങ്ങനെ പറഞ്ഞത് സത്യം ഗായ്സ്, അത് നുണയാണ്. ഇവൻ വരാത്തോണ്ടാണ്. ഒരു ദിവസം ഒരു ട്രിപ്പ് കല്ലാണ് നമുക്ക് കിട്ടുന്നത് വേനൽക്കാലത്ത്. ഈ ഒരു ട്രിപ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ വാടക കിട്ടുമ്പോൾ 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ എത്ര വാടക കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ബെത്ത. അതായത് 20 രൂപ ഇതാണ് ബെത്ത. അപ്പോൾ ഒരു ദിവസം 600 രൂപ. പിന്നെ എന്താ പറയുക, ആ പൈസയാണ് ഡ്രൈവർമാർക്കൊക്കെ കിട്ടണുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ടിപ്പർ ഫീൽഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണലം പറ്റില്ല അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെ കാര്യം. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ കല്ല് സ്ഥിരമായിട്ട് ഓടുന്നതുകൊണ്ട് ഈ കല്ല് തട്ടി അവിടെ കൊണ്ടിട്ടാലാണ് അടുത്ത ഓട്ടം കിട്ടുള്ളൂ എന്നുള്ള കണ്ടീഷനിൽ അവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഓട്ടത്തിൻ്റെ ഒരു ട്രിപ്പ് നമ്മൾ കുറേ കൊല്ലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കളഞ്ഞിട്ട് പോകാൻ എന്നൊരു കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞാൽ ഈ മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ ഓട്ടം തീരെ കുറയാം. ഹോട്ടലിലോട്ട് വരുമ്പോൾ കയറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. അത് നീ പേടിക്കണ്ട, ഒക്കെ ശരിയാവും. എല്ലാം ശരിയാവും. ഒരാഴ്ച ശരിയാവാണ്ടേ എവിടേക്കാ പോണത്? നീ കരയണ്ട. എല്ലാം വരുത്തോ ശരിയാവും പറഞ്ഞിട്ട് അവര് വരുമ്പോ ശരിയാക്കി തരുമെന്ന് പറഞ്ഞപ്പോ 2.5 കൊല്ലമായിട്ട് ശരിയായിട്ടില്ല. അല്ല 7.5 കൊല്ലമായിട്ട് ശരിയായിട്ടില്ല. ശരിയാവൂടാ. എന്നാലും ഞാൻ പറയുന്നു ശരിയാവും. നമ്മൾ പ്രതീക്ഷ കൈവിടരുത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ടേ വേഗം നമ്മുടെ ഫോണും കൊണ്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഫോൺ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള പരിപാടി നോക്കട്ടെ. അതാണ് നടക്കുള്ളൂ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. അടുത്ത ദിവസം കാണാം. ഓക്കെ, കാണുന്നവരെ വണക്കം. അതന്നെ. അപ്പൊ രാഴ്ച എന്തായാലും അടുത്ത ലോഡ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ രണ്ടാമത്തെ ലോഡ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞങ്ങളുടെ അവിടെ ആദ്യം പണിയുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മടയുണ്ട് 50 ഏക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കല്ല് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതാ സാധാരണ ഗതിക്ക് ഞങ്ങളിപ്പോൾ കുറച്ചൊരു 2-3 മാസമായിട്ട് ഇവിടെ പണി നിർത്തിയിട്ടുള്ളത് കൊണ്ട് കല്ലമ്പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒരു 5-10 കിലോമീറ്റർ അകലെ പോയിട്ടായിരുന്നു കല്ല് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും കല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ദിവസം ഒരെണ്ണം. അതാണ് അവൻ പറഞ്ഞത്. ഇങ്ങനെ എന്താ പറയുക, ഈ ഫീൽഡും എല്ലാ ഫീൽഡും വണ്ടികൾ കൊണ്ടു നടക്കണം മൊത്തം ഫീൽഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് ഈ എന്താ പറയുക നമ്മളുടെ നാഷണൽ പെർമിറ്റിലേക്ക് കിടന്നത്. പക്ഷേ അതും ഈ നിലയ്ക്കാണ് ഫീൽഡ് എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ വണ്ടി ഫീൽഡ് മൊത്തം ഈ നിലയ്ക്കാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഓടി ട്രാക്കിൽ വീടിനെ പോലെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങി ഓട്ടത്തിന്. അപ്പോൾ അതേപോലെ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മറ്റേത് സെലക്ട് ചെയ്യാനും ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ഈ വീട്ടിലേക്ക് നേരെ നടന്ന് ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുത്ത് നേരെ പോയിട്ട് ഫോണിൻ്റെ അവിടേക്ക് എത്തട്ടെ. ബാക്ക് ടു ഹോം. ഇതെന്താ 2 വണ്ടിയുടെ നടുവിൽ ഇറങ്ങി നിൽക്കണ? എന്താ പ്രശ്നം? ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ട് പറ്റേ. എവിടെ നമ്മുടെ മാൻ കിടന്ന് ഉറക്കം തന്നെ കേട്ടാ. മാൻ്റെ പണി ഇന്നലെ എത്ര മണിക്ക്? 1:30 എഴുന്നേറ്റേ? 1:30 എഴുന്നേറ്റിട്ടുള്ളത്. മാൻ ജാതി ഇതേ കിടപ്പ് നോക്കി എങ്ങനെ കിടക്കണമെന്ന് നോക്കി. മാൻ്റെ ഒരു കിടപ്പ് നോക്കി. എല്ലാ ബെഡും കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കിടക്കണത് മാൻ, തലയും കുത്തിയിട്ട്. മാങ്ങേ ഡാ മണ്ണേ എഴുന്നേക്കടാ. എവിടെ അറിയണു ഞാൻ. ഇതേ ചായ കുടിച്ചിട്ട് എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ പോയിട്ട് വരാം. അത് നല്ലത്. നിന്ന് സമയം പോകുന്നു, മനസ്സിലായോ? ഒരു ഗ്ലാസ് വെള്ളം തായോ? വെള്ളം കുടിക്കിട്ട്. നീ ഇത് എന്തിട്ട് പരിപാടി? ഗേറ്റ് അടച്ചോ? അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഫോണിൻ്റെ കേസ് അവരവിടെ ചെല്ലുമ്പോൾ എന്ത് പറയുന്നുള്ളത് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അവർ സ്ക്രീൻ മാറ്റി തരുവാണോ അപ്ഡേഷൻ ചെയ്ത് ശരിയാക്കുകയാണോ എന്താ ചെയ്യണമെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞാൽ അവിടെ അലമ്പാവും ഇനിയിപ്പോൾ. അല്ലാണ്ട് എന്നിട്ട് പറയും നമ്മൾ ഇത്ര വില കൊടുത്തൊരു ഫോൺ മേടിച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായാലും യോജിക്കാൻ പറ്റില്ല. അപ്പം ഇനി അവരെന്താ പറയണമെന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. തൃശ്ശൂരത്തെ വിവോൻ്റെ സർവീസ് സെൻറ്റർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പടിഞ്ഞാറക്കോട്ട എത്രക്കാലം മുന്നേ കേരളോർമയുടെ കയറ്റം എത്രക്കാലം തൊട്ട് മുന്നേ കേട്ടോ. നമ്മുടെ പൂങ്കുന്നത്ത് നിന്ന് പടിഞ്ഞാറക്കോട്ടയ്ക്ക് പോകുന്ന വഴിയിൽ റിലയൻസിൻ്റെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എത്രക്കാലം തൊട്ട് മുന്നേ സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇതാണ് കേട്ടോ നമ്മളുടെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ ആ കോംപ്ലക്സ് അതിൻ്റെ ഇവിടെ ആയിട്ടാണ് വിവോൻ്റെ. ഇനിയിപ്പോൾ ഇവിടെ എത്ര സമയം പോസ്റ്റ് ആവുന്നതെന്ന് അറിയില്ല. ഈ വക സംഭവങ്ങളൊക്കെ ഇല്ലേ, കേടായാലാണ് പണി പാളും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കുറേ കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഒക്കെ പോവും. പക്ഷേ കേടായ പണി പാളും.
അത് തന്നെയല്ല ഫോണിലെ ഡേറ്റാസ് മുഴുവൻ പോകും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് വേറെ എവിടേക്കും കോപ്പി ചെയ്തിട്ടാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത് ആദ്യം ഒന്ന് ചോദിക്കട്ടെ, അതിന് ശേഷം നിങ്ങളുടെ അടുത്ത് പറയാം. വിവോ കണ്ടില്ലേ, അപ്പോൾ പ്രത്യേകിച്ച് ഇനി വിവോ മേടിക്കണം വേണ്ടതെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയാം കേട്ടോ. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം നോക്കിയിട്ട് അപ്രൂവൽ എടുക്കണം. അപ്രൂവൽ കിട്ടും. അപ്രൂവൽ കിട്ടിയിട്ട് ഇതേപോലെ ഇഷ്ടംപോലെ കംപ്ലയിൻറ്റ് വരുന്ന അപ്രൂവൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് പറയും. അവരെ കണ്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആദ്യം ടോക്കൺ എടുക്കണം. എന്നിട്ട് ഓർഡർ അനുസരിച്ച് നമ്മൾ വിളിക്കുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആളെ കയറി കണ്ട് സംസാരിച്ചു. ഇത് നമ്മൾ ഇരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് അറിയാണ്ട് വെറുതെ ഈ സംഭവം ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആളെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇഷ്ടംപോലെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് വേറെ ഒന്നുമില്ല, ഇതിൽ ഈ സ്ക്രീൻ ഉണ്ടല്ലോ, അതായത് ടച്ച് ഫ്രണ്ടിലത്തെ സ്ക്രീൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. സാധാരണ ഈ വന്ന കംപ്ലയിൻറ്റ് വീണ്ടും വരുന്നില്ല. ഇത് പിന്നെ നെക്സ്റ്റ് അപ്ഡേഷനൊന്നും വരുന്ന സമയത്ത് വരുന്നിട്ടില്ല, എല്ലാ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ക്രീൻ മാറ്റി തരാം. അതിന് അപ്രൂവൽ എടുക്കണം. അപ്രൂവൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓർഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ കൊണ്ടുവരാൻ പറയും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യോടെ തന്നെ ചെയ്തു പോകും. അന്ന് തന്നെ ആ സെയിം ഡേ തന്നെ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് 5-8 ആൾക്കാരെ കഴിഞ്ഞിട്ട് വിളിക്കുന്ന സമയത്താണ് നമുക്ക് അവർ ഫോൺ എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് അപ്രൂവൽ കിട്ടുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും എന്താ പറയുക, വിഷമമില്ല. ഇനിയിപ്പോൾ മാറ്റി തരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കാനില്ല. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ടി വിയും കണ്ട് കുറച്ച് നേരം ഇരിക്കാം, ടൈമും ഉണ്ട്. അപ്പോൾ നമ്മളുടെ സർവീസിൻ്റെ സ്ഥലത്തുനിന്ന് ഫോൺ തിരിച്ച് മേടിച്ചു കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവർ പറഞ്ഞ ഫിസിക്കൽ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇത് മാറ്റി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്പ്ലേ ഫുള്ള് മാറ്റി തരാമെന്ന് പറഞ്ഞാൽ അത് 5 to 7 ദിവസത്തിനുള്ളിലാണ് അത് അപ്രൂവൽ കിട്ടിയിട്ട് വരുള്ളൂ. വരുന്ന സമയത്ത് അവർ കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഫോൺ കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും മാറ്റി. അതിന് ഫ്രീ ഓഫ് കോസ്റ്റാണ്, പൈസ ഒന്നും വേണ്ട എന്നുള്ളതാണ് പറയണത്. ഇതിൽ അമോ LED എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണെന്ന്, എന്താ പറയുക, സ്ക്രീനാണെന്ന് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് ഏതൊക്കെ ഇപ്പോൾ സാംസങ്ങിൽ അങ്ങനെ വന്നിട്ടുള്ള ഈ അമോ LED എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഫോണുകളിൽ വരുന്ന LED എന്ന് പറയുന്നത്. അപ്പോൾ ആ സാധനം വരുന്നതിന് മാത്രമാണ് ഈ സോഫ്റ്റ്വെയർ ചെയ്യണ സമയത്ത് ഈ വരകൾ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിസ്പ്ലേ വരുന്ന ഫോണിന് ഉപയോഗം കൊണ്ടല്ല, അത് ഈ ഇതിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നത് കൊണ്ടല്ല അതൊക്കെ മാറ്റി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ അവർ പറഞ്ഞ് നിലവിൽ. നമ്മൾ മാറ്റാനായിട്ട് വരുമ്പോൾ വേറെ കണക്കൂടെ പറയുമെന്നുള്ള പറഞ്ഞില്ല. ഇപ്പോൾ നിലവിൽ ഓർഡർ ചെയ്ത് കമ്പനിക്ക് അയച്ചു കൊടുത്ത് അപ്രൂവലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഒന്നും കുഴപ്പമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഫുൾ മാറ്റി കിട്ടി. അതുപോലെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഹീറ്റിംഗ് ഇഷ്യൂ അതെല്ലാ ഫോണിനും ഞാൻ പറഞ്ഞ കണ്ടിന്യൂസ് വീഡിയോ എടുക്കുന്ന എല്ലാത്തിനും ഇപ്പോൾ 95% ഫോണിനും ബാക്ക് മെറ്റൽ ബോഡി ആയിട്ടുള്ളതിനൊക്കെ ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ പിന്നെ അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ഓപ്പറയിലേക്ക് മാറാം. ഇനിയിപ്പോൾ ഐഫോൺ കണ്ടിന്യൂസ് വീഡിയോ എടുക്കുന്ന നമ്മുടെ പോലെയൊക്കെ മണിക്കൂറോളം വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിപ്പം ചോദിച്ചു നോക്കണം. ഐഫോണിന് വേറെ കുഴപ്പമില്ലെങ്കിൽ ഐഫോണിലേക്ക് മാറില്ലാണ്ട് വേറെ രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ഇത്, അതായത് ടെമ്പറേച്ചർ 33 ആണ്. പക്ഷേ ഇപ്പോൾ ഈ കാറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു 100 ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 90 ഉണ്ടാവും. കാരണം അത്ര ഉള്ളിൽ ചൂട് തിങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ഇറക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിൽ പോയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ AC ഒന്ന് സെറ്റായി വരുന്നിടത്തോളം വരെ ഒരു 40 അല്ലെങ്കിൽ എന്താ പറയുക 50 എന്തായാലും ചൂടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റണില്ല. പിന്നെ ഇപ്പോൾ ഫോണിൻ്റെ കാര്യം ഇത്രയധികം ക്യാമറയും സാധനങ്ങളും നെറ്റും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹീറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം ശരിയാക്കാം. നമ്മളുടെ യൂസ് ഇതേപോലെ ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു സാധാ യൂസ് ഫോൺ ചെയ്യണ പോലെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണത്, എഡിറ്റ് ചെയ്യണത്, എൻ്റർ ചെയ്യണത്, അപ്ലോഡ് ചെയ്യണത്, അതുപോലെ എല്ലാ സംഭവങ്ങളും. ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനം വേറെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫോൺ അത്രയധികം എൻഗേജഡ് ആയിട്ട് യൂസ് ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഇഷ്യൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കില്ല, അറിയില്ല എനിക്ക്. എന്തായാലും യൂസ് അത്രയധികം ഉള്ളതുകൊണ്ട് നമ്മൾ ഇവരെയും കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമാണ്. ഫോൺ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും പിന്നെ ചെറിയ 2-3 പേപ്പർ വർക്ക് ഉണ്ട് ഫോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. അതിന് വേണ്ടി കഴിയുന്നത് വരെ പോകാൻ നടന്നില്ല. നമ്മൾ കാറ് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ഒതുക്കിയിട്ടപ്പോൾ ഉണ്ട് നമ്മുടെ കാറിന് മാത്രം അടി ഇവിടെ തട്ടിയിട്ടുണ്ട്. അല്ല വേറെ ഈ കിടക്കുന്ന കാറുകളുടെ ഒക്കെ ഗ്യാപ്പുണ്ട്. അപ്പം നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റിന് ഭയങ്കര ക്ലിയറൻസ് കുറവാണ്, മറ്റുള്ളതിനെ അപേക്ഷിച്ചില്ലേ. ഒരു വണ്ടിയുടെ അടി തെറ്റിയിട്ടില്ല, നമ്മുടെ മാത്രമാണ് ഒരു അടി എറിയണ രീതിയിൽ അല്ലെങ്കിൽ വരഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണുള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ക്ലിയറൻസ് കുറവാണ്. ഇത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ അടി തട്ടാൻ്റെ മെയിൻ കാരണമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്നിട്ട് പറയുക കുറച്ച് അഫിഡവിറ്റ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഫിഡവിറ്റ ഉണ്ടാക്കി ചേട്ടൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ എന്തെല്ലാം നൂലമാലകളുണ്ടെന്ന് അറിയും. അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറ്റൂല്ലെന്ന് അറിയില്ല പോകാനായിട്ട്. എന്നാലും നോക്കണം, പരിശ്രമിക്കുക, ചിലപ്പോൾ നടന്നാലോ.
ഗായ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടു നമ്മുടെ വണ്ടി ഒരഞ്ഞിട്ട് നിൽക്കണ കണ്ട. എന്നാൽ മറ്റുള്ള വണ്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അടിക്കടെ കയറി അപ്പുറത്തേക്ക് പോവുകയും ചെയ്യും. നമ്മൾ വന്ന കാര്യം നടന്നില്ല, വെറും കടായിട്ട്. ഇനിയിപ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. വണ്ടി എവിടെയെങ്കിലും നമ്മൾ കൊണ്ടിട്ടിട്ട് രണ്ടാമത് പിന്നെ വണ്ടിയിൽ വന്ന് കയറാന്ന് പറഞ്ഞാലേ ആകെ സംഭ്രമം എടുക്കുക കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ അതേപോലെ വെയിൽ വണ്ടിയുടെ ഉള്ളിലത്തെ ചൂടായിരിക്കും. നമ്മൾ ഗ്ലാസ് അടച്ചിട്ടിട്ട് പോവല്ലേ, ഒരു രക്ഷയില്ല. ഈ നിലയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ട് ഒരു പിടിയില്ലട്ടോ ഗൈസ്, ആകെ പെട്ടു. വെയിലെന്ന് പറഞ്ഞാൽ ആ നിലയ്ക്കുള്ള വെയിലാണ്. പുറത്തുനിന്ന് നമ്മൾ തുറന്നിട്ട് പോവുകയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല, വണ്ടി അടച്ചിട്ട് പോകുന്നതുകൊണ്ടാണ് എപ്പോഴും കയറി ഇറങ്ങാൻ വെയിലുള്ള സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടാണ്. ഇനിയിപ്പോൾ ഫൈബറും ഈ വക പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വെയിൽ കൊണ്ട് പൊട്ടി പോവാണോ അറിയില്ല എന്താവും എന്നുള്ളത്. എന്തായാലും ഇവിടെ ബെസ്റ്റ് ഒരു ഊണ് കിട്ടുന്ന സ്ഥലമുണ്ട്. കുറേ നാളായി അവിടെ നിന്ന് ഊണ് കഴിച്ചിട്ട്. ചക്കാമുക്ക് മൂലയിൽ തന്നെ ആയിട്ടേ നമ്മൾ സ്ഥിരം ആദ്യമൊക്കെ വണ്ടി കൊണ്ട് വരുമ്പോൾ ഊണ് കഴിച്ചായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് ഒരു ഊണ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇനിയും കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് എത്താനായിട്ടേ. നമ്മൾ വല്ല പേപ്പർ വർക്കിനൊക്കെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മുതു പ്രാന്താ കൂട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസാണെങ്കിൽ ഓഫീസ്, ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം രേഖകൾ ഉണ്ടാക്കണം എന്നറിയാം നമ്മളൊന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് പിന്നാലെ മെനക്കെട്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഊണ് കഴിക്കുന്ന കടന്ന് ഇവിടെ എവിടേക്കും അങ്ങോട്ട് തിരിയാം. എല്ലാം കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, സാധാരണ ആൾക്കാർ വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇതിന് മുന്നേ ഇഷ്ടംപോലെ പ്രാവശ്യം വന്ന് കഴിക്കാറില്ല. കുറേ നാളായി ഇതിന് മാത്രം വന്ന് കഴിച്ചിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഊണ് കഴിക്കട്ടെ കേട്ടോ. അച്ചാറ്, പിന്നെ കൂട്ടുകറി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചീര, പിന്നെ പയറ് തോരൻ, പിന്നെ സാമ്പാർ, പപ്പടം, സെപ്പറേറ്റ് മോര് ഇങ്ങനെ ഗ്ലാസ്സിൽ വരും കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ ക്യൂ ആയി തുടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ഈ നമ്മൾ വന്ന സമയം തിരക്ക് കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് ഇരുന്ന് പോകാൻ പറ്റിയത്. ഇതാണ് കേട്ടോ ചക്കാമുക്ക് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ കോഴിക്കട ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഈ കണ്ട് ബോർഡൊന്നുമില്ല, ഹോട്ടലിൽ പേരോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. ഊണ് റെഡി എന്നുള്ള ബോർഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരു ബീഫ് കൂടി മേടിച്ചു. ബീഫ് ഇവിടെ തിന്നിട്ട് കുറേ നാളായിരുന്നു. ഇവിടെ ബീഫിന് ഭയങ്കര റേറ്റ് കുറവാണ്. 50 രൂപ ഒരു ബീഫിന്. ഹാഫ് നല്ല കേട്ടോ, ഒരു പ്ലേറ്റ് നിറച്ചുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഇതിൽ കിട്ടണ പോലെയല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബെസ്റ്റ് ബീഫും കൂടി ഒരു ഊണ് കഴിച്ചു. പക്ഷേ ഊണ് കഴിച്ചാൽ പ്രശ്നം ഇരിക്കാൻ പറ്റില്ല. ചൂടിട്ട് ചാവും. ഉള്ളിൽ ചീറ്റ് കൂടിയല്ലേ, അത് തൊട്ട് താഴെ നിൽക്കണോണ്ടേ രക്ഷയില്ല. വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട് പോയി. ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ വീണ്ടും ചാവും. കുറേ നാൾ കൂടിയിട്ടേ മറ്റേ താറിന്ന് ഇതിനകത്തേക്ക് മാറിയിരുന്നപ്പോഴേ ആകെ ഒരു ചെറിയ കുട്ടിക്കാരൻ്റെ ഉള്ളിൽ കയറിയ പോലത്തെ ഫീല്. ശരിക്കും നമ്മൾ കയറി ഇറങ്ങുമ്പോഴാണ് കേട്ടോ അറിയണത്. കുണ്ടിലേക്ക് ഇരിക്കണ പോലെയാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈറ്റിലേക്ക് പിടച്ച് കയറണ പോലെയല്ലേ. സംഭവം കൊണ്ട് നടക്കാനുള്ള സൗകര്യം ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഏത് താറില്ല എന്താന്ന് പറഞ്ഞാൽ കാണുമ്പോൾ റോഡിൽ പോകണം. ഷോയും നമുക്കിങ്ങനെ ഒരു പ്രൗഢി മാത്രമേ ഉള്ളൂ. ചെറിയ ആവശ്യങ്ങളൊക്കെ ടൗണിൻ്റെ ഉള്ളിൽ ഇറങ്ങി നടക്കാൻ ബെസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ചെറിയ വല്ല ആവശ്യങ്ങൾക്ക് ഇതാ എടുക്കണേ കൂടുതലും ടൗണില്. പകരം മേടിക്കുക അല്ലെങ്കിൽ പുതിയ ഓട്ടത്തിനൊക്കെയാണ് അത് എടുക്കണുള്ളൂ. എന്റെ പൊന്നെ, കട്ട ബ്ലോക്ക് എന്ന് പറഞ്ഞ കട്ട ബ്ലോക്ക് നോക്കിയേ. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇപ്പുറത്തെ സൈഡ് അങ്ങോട്ട് ചേർന്ന് കയറിയപ്പോൾ തന്നെയല്ലേ ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാം. എന്നിട്ട് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോകാതെ നല്ലത്. അപ്പൊ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അയ്യോ വെയിൽ കാരണം പുറത്ത് നിൽക്കാൻ പറ്റില്ല. വന്നപ്പോൾ തന്നെ AC ഇട്ടിട്ട് എല്ലാവരോടും പറഞ്ഞു റൂമിൽ കയറിക്കോ എന്ന് പറഞ്ഞു. ഇതെന്താ മുണ്ട് ഉടുക്കുക. മുണ്ട് ഭയങ്കര ഉടുക്കല. മുത്ത് ജാതി മുണ്ടുടുക്കല. മുത്തിനെ കഴിഞ്ഞിട്ട് കേരളത്തിലെ ആൾക്കാർക്ക് മുണ്ട് ഉടുക്കാറിയുള്ളൂ. അതേപോലെയാ മുത്ത് മുണ്ട് ഉടുക്കുമ്പോൾ എപ്പോഴും അടിയിൽ ഒരു പാൻറ് തന്നെ ഇട്ടോ, ട്രൗസറാക്കാൻ നിൽക്കണ്ട, നല്ല രക്ഷയുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നിതേനെ എനിക്ക് അവിടെ കൊണ്ടുവന്ന് നിതേനെ വീട്ടിൽ കൊണ്ടുപോകണം. എന്നിട്ട് വേണം അജീഷിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം എന്തായാലും കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം പോകുമ്പോൾ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ നീ വണ്ടിയിൽ പോകണില്ലാന്നാ? സമാധാനായി, ഹാപ്പിയായി. ഇനി പോരുന്നില്ല അല്ലേ നിധിയടി? ഇപ്പില്ലാന്നല്ലേ ഉള്ളൂ. അതെ മതിയായി. മതിയായി. എങ്ങടാണെങ്കിൽ ഇപ്പൊ നീ അറിഞ്ഞിട്ടില്ല. അപ്പൻ എന്തായാലും ആ യാതന ഏറ്റു പേടിക്കണ്ടേ, അല്ലാണ്ട് രക്ഷയില്ലല്ലോ. പേടിച്ചു പോയില്ലേ? അപ്പനും പോകേണ്ട ആവശ്യമില്ല. അപ്പനോടും ചൊറി കുത്തി ഇരുന്നാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത്, കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി വിൽക്കാനായിട്ട്. ഇതിലിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഫേസ്ബുക്കിൽ സംഭവം ഇട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നായിട്ടല്ല, അപ്പോൾ നമ്മൾ വിറ്റ് പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് എന്തായാലും പറ്റിയ ഫീൽഡല്ലാന്നാണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ കുറേ കൊല്ലം ഇതിനകത്ത് നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ തലവേദനയാവും. അപ്പോൾ
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് ടൂറ് പോയി ഇപ്പൊ വെക്കേഷൻ ആയിരുന്നു ശരിക്കും. ഈ ഒരു ലോറി ഇല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകേണ്ടതായിരുന്നു. ഇപ്പൊ ഇതുള്ളതുകൊണ്ട് പ്രതിഷേധം പറ്റണ്ടായി, പ്രതിഷേധം ഫുൾ ബിസിയായി, വീട്ടിലിരിക്കാൻ പറ്റാത്ത പോലെ. അതെ, അപ്പൊ അതുകൊണ്ട് മുത്തിന് പോകാൻ പറ്റണ്ടായി. അപ്പൊ അങ്ങനെയും കുറെ കാര്യങ്ങളായി. എനിക്ക് ക്യാമ്പിനെങ്കിലും പോയിരുന്നത് അതും പറ്റണ്ടായി. മൊത്തം പെട്ടു അല്ലേ? ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കേസ് എത്രത്തോളം സക്സസ് ആവുന്നു ഒന്നോടെ നോക്കിയിട്ട് റെഡി ആയി പറഞ്ഞ പോലെ തന്നെ ഒരു വില ഇട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ വണ്ടി കൊടുത്ത് ഒഴിവാക്കും. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങണം, അല്ലെങ്കിൽ രാത്രിയിൽ ഓടുന്ന സമയത്ത് ഉറക്കം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം സംഭവം ചെയ്ത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ 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 ബൈ. മുത്തെന്താ പറയുന്നുണ്ട്? അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്.